മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനം നേരിടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഈ കാര്യത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിച്ചത്. നമ്മൾ ആ നഷ്ടം സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതേവരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല. ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ 219 കോടി 20 ലക്ഷം രൂപയാണ് അടിയന്തര ദുരിതാശ്വാസ സഹായമായി അഭ്യർത്ഥിച്ചത്. ഇവിടെ കേന്ദ്രവിഹിതം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രവിഹിതമായ 291 കോടി 20 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു 145.6 കോടി അനുവദിച്ചിട്ടുണ്ട്, നേരത്തെ അനുവദിച്ചിരുന്നു. രണ്ടാം ഗഡുവായ 145 കോടി 60 ലക്ഷം രൂപ അഡ്വാൻസായി ഇപ്പോൾ അനുവദിച്ചു. അതാണ് ഒക്ടോബർ 1 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് സാധാരണ നടപടിക്രമമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പ്രത്യേക സഹായമല്ല എന്നുള്ളതാണ്. സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. വയനാട് ദുരന്തഘട്ടത്തിലും തുറന്നും സംസ്ഥാനത്തിന് സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലും ആ വാഗ്ദാനം ലഭിച്ചിരുന്നു. പക്ഷേ പ്രത്യേക സഹായമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല. ഈ കാര്യം മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്തു. അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിനും മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്.